ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ അടുത്ത യാത്ര പോവുകയാണ്. യെസ്, ആ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനലി നമ്മളങ്ങനെ ആദ്യം ഒരു കൊച്ചു യാത്ര നടത്താൻ വേണ്ടി പോവാണ്. അതായത് നമ്മൾ ഇന്ന് വരെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റാത്തൊരു സ്ഥലം. എങ്ങോട്ടാണ് ഇവനെ? അതായത് എന്നെക്കാളും നന്നായിട്ട് പറയാൻ അറിയുന്നത് എബിനാണ്. അറിയത്തില്ല. അപ്പൊ അതിന്റെ സംഭവം അതായത് നമ്മളങ്ങനെ ആൻഡോമാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. നമ്മളങ്ങനെ നാളെയോ നാളെ കഴിഞ്ഞോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ആൻഡമാൻ യാത്ര ഇരിക്കും. ഒന്ന് ചെന്നൈയിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള യെസ് ഗൈസ്, ഇവിടുന്ന് ഏതോ സ്ഥലത്തു നിന്നായിരിക്കും ഞങ്ങൾ പോകുന്നത്. ഈ വീഡിയോ എടുക്കുന്ന ഇത്രയും നേരം വരെ നല്ല കീട്ടിലും ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ഇതേപോലെ നീലയായിട്ടിരുന്ന സ്ഥലമാണ്. പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയവന് മഴ ഇത് നോക്കിയേ, ഞങ്ങളുടെ ഒരു 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 കപ്ലങ്ങയുടെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. എന്നാ ചെയ്യേണ്ടതെന്നറിയോ? അതിനെ കണ്ണ് കിട്ടുന്ന തോന്നുന്നു പോയി ആരോ കണ്ണ് കിട്ടിയതാ അല്ലേ? ഈ തന്നെ സമയം കളയാക്കുന്നത് കിളികളെ കൊത്തി അവരുടെ ഭക്ഷണമാവൂലേ, അതുകൊണ്ട് നമ്മൾ കളയാം. നമ്മുടെ ചെറുക്കൻ കുട്ടികൾ ഇവിടെ ഉണ്ട്. ഒന്നേൽ നമ്മൾ ചെന്നൈ വഴി, അതായത് സഫാരിക്ക് നേരെ ചെന്നൈയിലേക്ക് പോയിട്ട് അവിടുന്ന് ചിലപ്പോൾ കയറും. കാരണം അവിടുന്ന് ഒരാൾക്ക് 6000 രൂപയുള്ളൂ. അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഒരാൾക്ക് 12,000 രൂപയാണ് ഗായ്സ്. ആ പൈസ കൊണ്ട് നമുക്ക് യൂറോപ്പ് എത്താം ഗൈസ്. നോക്കൂ, അതായത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് നോക്കിയിട്ട് എടുക്കത്തുള്ളൂ. ഇവിടെ ഈ ഒരു വശം നോക്കിയാൽ നല്ല കിടിലം കാലാവസ്ഥയെ നോക്കിയാൽ ഇതേപോലെ നല്ല വെയിലായിരുന്നു. പക്ഷേ വശം അങ്ങ് ശരിയല്ല, അങ്ങ് ശരിയായി ഗൈസ്. ഈ വശത്തോട്ട് നോക്കുന്നത് പെട്ടെന്ന് നല്ല കിടിലം കാലാവസ്ഥ മാറി, അതായത് മൊത്തം കാർമേഘമായിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പറയാൻ വന്ന കാര്യങ്ങളിൽ തെന്നി മാറി. പിന്നെ അടുത്ത കേസ്, യെസ് ഫൈനലി നമ്മളങ്ങനെ ബസ് എടുക്കുന്ന കാര്യം പറഞ്ഞു. യെസ്, നമ്മൾ ബസ് എടുക്കുകയാണ്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും എടുക്കുകയുള്ളൂ. കാരണം എല്ലാവർക്കും അറിയാം, വണ്ടി മേഖലയുള്ള എല്ലാവർക്കും അറിയാം, ഈ സീസൺ വളരെ മോശമായിരുന്നു. നമ്മളൊരു 10-60-65 ലക്ഷം രൂപയുടെ മുതൽ മേടിച്ചിട്ട്, അതായത് ഞങ്ങൾ 2012, 13, 14 മോഡൽ വണ്ടി നോക്കുന്നുണ്ട്. അതുപോലെ 2025-24 വണ്ടി. അതായത് 2 വണ്ടി വേണം ഇവനെ. ചില ആൾക്കാർക്ക് റേറ്റ് കുറഞ്ഞ് ഓടണം, ചില ആൾക്കാർക്ക് പുതിയ വണ്ടി വേണം. അപ്പോൾ നമ്മുടെ അടുത്ത് എപ്പോഴും 2 വണ്ടി വേണം. അതെ. അപ്പോൾ ഐസ് നോക്കൂ, ഫൈനലി ഈ ആൻഡോമാൻ യാത്ര എന്ന് പറഞ്ഞ യാത്ര, ഇതിനൊരു ഇത്ര ചൂട് വെയിലിൻ്റെ ആയിരിക്കും. അതായത് ഈ ആൻഡോമാൻ യാത്ര ഉണ്ടല്ലോ, ഞങ്ങൾ കുറേ ആഗ്രഹിച്ചൊരു യാത്രയാണ്. അതെ, നമുക്കത് ലക്ഷദ്വീപിൽ പറ്റൂല. കാര്യം എന്ന് വെച്ചാൽ പോലീസ് ക്ലിയറൻസ് ഉണ്ടല്ലോ, ലക്ഷദ്വീപിൽ പോകാൻ പറ്റുള്ളൂ. നമുക്ക് നടക്കൂല. പിന്നെ ഒരു ദ്വീപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡമാൻ നിക്കോബാർ, നമുക്ക് ആൻഡോമാൻ സെന്റിനൽ ഐലൻഡ് അവിടെ പോകാൻ പറ്റൂല. നമ്മൾ പിടിച്ച് ഉള്ളി കിട്ടും. വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് കുറ്റിന്ന് പുറത്തോട്ട് പോയി, അങ്ങനെ പോകാൻ പറ്റൂല. യെസ്, അപ്പം നമ്മൾ ഈ ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ലക്ഷദ്വീപിൽ ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടെയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആധാർ മാത്രം മതി, പാസ്പോർട്ട് വേണ്ട. ഓൾറെഡി നമ്മുടെ പാസ്പോർട്ട് വിസ അടിക്കാൻ വേണ്ടി കൊണ്ടുപോയി, അതായത് ബാംഗ്ലൂർ ഷങ്കം വിസ അടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പം നമുക്കിപ്പം വന്നപാടെ തന്നെ നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ യാത്ര ചെയ്യുന്നതിൻ്റെ കാര്യം, അതായത് നമ്മൾ അത്രയും ദിവസം ഇവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ, നമുക്ക് യാത്ര ചെയ്തേക്കാം. എന്നിട്ട് നമ്മൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും പാസ്പോർട്ട് കൈ കിട്ടും. പിറ്റേ ദിവസം തന്നെ കയറി യൂറോപ്പിലേക്ക് പോയേക്കാം അല്ലേ? തീരുമാനം പിറ്റേ ദിവസം തന്നെ കയറി പോയേക്കാം. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. നമുക്ക് ഏകദേശം വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അല്ല, ടിക്കറ്റ് ഹൈ എൻഡ് റേറ്റ് ആയിരിക്കും. ഒരു 22,000 രൂപ 21,000 രൂപ ഒരാൾക്ക് പ്രതീക്ഷിച്ചു. 21,000 പോരാ, എൻ്റെ ഒരു 29,000-30,000 രൂപയുടെ ഇടയ്ക്ക് ഒരാൾക്ക് വരാം. ഇതാ ഇത് മൊത്തം എൻ്റെ 2 കിലോ വരുമായിരിക്കും. 2 കിലോ എടുത്ത് ഇതിൻ്റെ അകത്ത് കുറേ അതല്ല, ഇതിനകത്ത് കുറേ സാധനം നമ്മൾ ഓർക്കുന്നുണ്ടോ, ഒരു ടോൾ കൊടുക്കാൻ വേണ്ടി പെറുക്കി. എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതേ ഇതിപ്പോൾ എൻ്റെ ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അടുത്തുണ്ടാവും. 2 ലക്ഷം അത് ഇന്ത്യൻ മണിയുടെ മൂല്യം കേട്ടോ. അല്ല പിന്നെ 2 ലക്ഷം രൂപയുടെ മേളിലുണ്ട്, അതായത് ഡോളറുണ്ട് കുറേ. ദേ ഇത് ഫുള്ള് ഞങ്ങൾ അടുത്ത് വന്ന് കാണിച്ചു തരാം. ഇത് മൊത്തം ഞാൻ കാണിച്ചു തരാം ഇത് ഏതൊക്കെയാണെന്നുള്ളത്. ഇത് മൊത്തം യൂറോ, റൂബിള്, പിന്നെ കസാക്ക് മണി, അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത രാജ്യത്തെ പൈസകളാണ്. ഏകദേശം ഒരു 20-25 രാജ്യത്തെ പൈസകളുണ്ട്. എങ്ങനെ കളിച്ചാലും ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു 20,000 രൂപ 10,000 രൂപ ബാലൻസാണ് അല്ലേ? ചില രാജ്യങ്ങൾ എത്തിക്കഴിയുമ്പോഴേ നമ്മൾ പൈസ കയ്യിലെത്തും. കാരണം ചിലയിടത്ത് കാർഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ അല്ലേ? അപ്പം അതേപോലെ ഈ പ്രാവശ്യം കുറച്ച് പൈസ കൂടുതൽ വന്നു. അപ്പം ഞങ്ങൾ ഇത്രയും നാളും യാത്ര ചെയ്ത പൈസ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ യാത്ര ചെയ്യുമ്പോൾ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ കഷ്ടപാടും വരും. അത് ഓരോ സ്ഥലത്ത് ഓരോ സാധനം മെമ്മറീസ് കൂടി ആ കാണുന്ന സ്ഥലം മൊത്തം എൻ്റെ ടയറ് കുറേ സാധനങ്ങൾ അവിടെ വന്നു. ഈവൻ്റെ ഗ്യാസ് സ്റ്റവ് വരെ അതിൻ്റെ അകത്ത് അവിടെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു യാത്ര, അത് നല്ല ഒരു എന്താ പറയുക, നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് iPhone 17 Pro Max എടുക്കണം. പക്ഷേ ആയില്ല,
ഒരു കുറച്ചും കൂടെ കഴിഞ്ഞെടുക്കും. കാരണം ഒന്ന് വില ഡ്രോപ്പ് ചെയ്തിട്ട്, കാരണം ഇപ്പം എല്ലാവരും ചാടി തുള്ളിപ്പോയി എടുത്ത് എല്ലാത്തിനും ഇപ്പം ഉള്ളതിലും പൈസ കൂടുതലാണ്. അത് ഇച്ചിരി ഡൗൺ ആവും. എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിൽ അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഇന്ത്യയിൽ നിന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തെല്ലാം എന്താ അവിടെ വിലക്കുറവായിരിക്കും. കാനഡയിൽ ഏറ്റവും കുറവ്. എത്ര? അമേരിക്കയിലും കാനഡയിലും. ആണോ? അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് എവിടുന്നേലും നമ്മൾ മേടിക്കുന്നതായിരിക്കും ബുദ്ധി. അപ്പം ഈ ട്രാവൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല, അപ്ഡേഷൻ ചെയ്തേ ഈ സാധനത്തിന്റെ വില കുറയും ആപ്പിളിന്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബോഡി മറ്റേ ഇതാ ചിളങ്ങുന്നുണ്ട്, അലുമിനിയം ചിളങ്ങുന്നുണ്ട്. അങ്ങനെ റേറ്റ് താഴെ വരും. നമ്മളെ പോലെ ഉള്ളവർക്ക് ആ ഫോൺ നല്ല. എന്നാ കാര്യം എന്ന് വെച്ചാൽ ക്യാമറ നല്ലതാണ്. അതെ, നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ചെറുക്കനെ നമ്മൾ നിങ്ങളോട് ഞങ്ങളത് പറഞ്ഞില്ല കേട്ടെ. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 30 ലക്ഷം രൂപയാണ്. അതെ. ഈ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ ഇപ്പം അന്യ സംസ്ഥാനത്തു നിന്നൊരു വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ എങ്ങനെ കളിച്ചാലും നല്ലൊരു വണ്ടിക്ക് ഒരു 30-38 ലക്ഷം രൂപ കൊടുക്കണം. പിന്നെ ഉള്ളു പണിയുണ്ട്, കേരളത്തിലേക്ക് പൊളിക്കണം, ഫ്രണ്ട് പൊളിക്കണം, 10-40 ലക്ഷം രൂപ. പിന്നെ വേറെ കേസ്, അത് ഇവിടുത്തെ സ്റ്റൈലായിരിക്കില്ല. ഇനി അടുത്തൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ നാട്ടിലുള്ള വണ്ടിക്ക് ഒരു 45-50 ലക്ഷം രൂപയുടെ മേലേക്കാണ് ബസ്സിന് മാർക്കറ്റ്. ഒരു 20-25 ലക്ഷം രൂപയുടെ മേലേക്കാണ് ട്രാവലറിന് മാർക്കറ്റ്. ഇനി അതല്ല മോഡൽ ഇല്ലാത്ത ട്രാവലർ, പിന്നെ അതുപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ക്യാരവാൻ ട്രാവലറിനൊക്കെ പൈസ കുറവായിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ ഞങ്ങളോട് ഒരു ആർമി ട്രക്കിൽ ക്യാരവാൻ പണിത വണ്ടിക്ക്, അത് എത്ര മോഡൽ ഞാൻ ഓർക്കുന്നില്ല, 2011, അതിന് ചോദിച്ചത് 12 ലക്ഷം രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പുതിയ വണ്ടികൾ എടുക്കുന്നതിന് മുമ്പേ കുറേ സെക്കൻഡ് ഹാൻഡ് വണ്ടി പോയി നോക്കിയായിരുന്നു. നല്ലൊരു വണ്ടിക്ക് 70 ലക്ഷം രൂപ, 60 ലക്ഷം രൂപ. JCBLൻ്റെ വണ്ടിയൊക്കെ 70 ലക്ഷം രൂപ, 75. അപ്പം നമ്മൾ നമ്മുടെ ഒറിജിനൽ കേരള ഇത്രയും 60,000 കിലോമീറ്റർ, ബാക്കി വണ്ടി നല്ല കിലോമീറ്റർ ഓടി, ഈ 60,000 കിലോമീറ്റർ ഓടിയ, ഈ ലൈറ്റ് പിന്നെ ലൈസൻസിൽ ഓടിക്കാൻ പറ്റിയ, ഈ 14,000 രൂപ ഉള്ളൂ 3 മാസം കൂടുമ്പോൾ. കൊടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വില കിട്ടിയാൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നില്ല. നമ്മൾ പൈസയുടെ അത്യാവശ്യത്തിന് വേണ്ടി വിറ്റ് കളയുന്നതല്ല. അല്ല, ഞങ്ങളിപ്പം ആൾക്കാർ ഞങ്ങളോട് പല വില പറഞ്ഞവരുണ്ട്. അപ്പോൾ ആ പൈസ ഞങ്ങൾ കൊടുക്കൂലേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, 2 ബസ് എടുക്കുന്നുണ്ട്. നമ്മൾ ബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റോട്ടിലിടാനോ അല്ലെങ്കിൽ ഇതേപോലെ വഴിയിലിടാനോ താല്പര്യമില്ല. നമുക്ക് നമ്മുടെ തന്നെ സ്ഥലങ്ങളിൽ വണ്ടി ഇടണം. അപ്പം അതാണ് നമ്മളൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് നമുക്ക് ഒരു സ്ഥലം മേടിക്കണം. അപ്പം അതിനുള്ള പരിപാടികൾ അങ്ങനെ എന്നാ പറയുക, വണ്ടി ഇടാനുള്ള പരിപാടി. അത് മാത്രമല്ല, ഒരു പഴയ ബസ്സും ഒരു പുതിയ ബസ്സും, ഞങ്ങളങ്ങനെ ഓവർ ബസ്സൊന്നും എടുക്കില്ല. ഉള്ളത് 2 എണ്ണം. ആ 2 എണ്ണം എന്ന് പറഞ്ഞാൽ മൊത്തം 3 എണ്ണം വരുന്നുണ്ട് ക്യാരവാൻ. അല്ലല്ല, നമ്മുടെ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു ട്രാവൽ ഇറക്കി, ഇപ്പം അതെങ്ങനെ വന്നേ. അപ്പോൾ നിങ്ങൾ ബസ് ഇറക്കുമ്പോൾ ചിന്തിച്ചു നോക്കുക. ഇപ്പം നിലവിലുള്ള വണ്ടീനെ മലർത്തി അടിക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ വണ്ടി കൊണ്ട് വരുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള പണി, സംഭവങ്ങൾ, കാര്യങ്ങളൊക്കെ ചെയ്തേ നമ്മൾ വണ്ടി കൊണ്ടുവരുള്ളൂ. അതായത് നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ ഇതൊരു ഐക്കോണിക്കാണ്. നമ്മുടെ എല്ലാ വണ്ടിയും വെറൈറ്റിയാണ്. അത് ഈ വണ്ടിയായാലും, നമ്മുടെ TT നെപ്പോളിയൻ ആയാലും, നമ്മുടെ SS നെപ്പോളിയൻ ആയാലും, നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ഓമിനിയാണ് വരെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തൊരു സാധനം കൊണ്ടുവരുന്നിടത്ത് ഐക്കോണായിരിക്കണം. അതെ, നമ്മൾ അങ്ങനെ അത് ചെയ്യത്തുള്ളൂ. ഒറ്റ പീസ് ഉണ്ടാവുള്ളൂ, അത് ആൻറ്റി പീസ് ആയിരിക്കണം. അതെ, ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ പീസേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കണം നമ്മുടെ വർക്കുകൾ. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ 2013, 2014, 2015 വണ്ടി. അതായത് സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ അത് പണി പഠിച്ചിട്ട് വലിയ വണ്ടിയിലോട്ട് പോവാം. അതല്ലേ നല്ല, അതാണ് ബുദ്ധി. അല്ലാതെ ആൾക്കാരെ വർത്താനം കേട്ട് നമ്മൾ 26-25 വണ്ടി എടുക്കുന്നു, അടവ്, പിന്നെ ഓൾ ഇന്ത്യ പെർമിറ്റിൻ്റെ ടാക്സ് 3 മാസം കൊടുക്കും. നമുക്കറിയാം ക്യാരവാനിൻ്റെ ടാക്സ് എങ്ങനെയാണെന്നുള്ളത്. 2 വണ്ടിയുടെ ടാക്സ് ഞാൻ അടയ്ക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെയല്ല. നമ്മളൊരു പ്രസ്ഥാനത്ത് ഇറങ്ങുന്നത് ആദ്യം നമ്മൾ കൈ പൊള്ളാതെ ഒരു വണ്ടിയിൽ ഇറങ്ങുക. അത് എന്നാന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മേഖലയാണെന്ന് ഉറപ്പെടുത്തിയിട്ട്. ഇപ്പം തന്നെ നമ്മളോട് എത്ര പേരാണ് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ പേര് ഒരു വണ്ടി ഇറക്കാമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ സ്വന്തം കാനഡയിൽ നിന്ന് 2 ചേട്ടന്മാരെ, 2 സ്ഥലത്തുള്ള ചേട്ടന്മാർ, അവർ പൈസ തരാം, നിങ്ങൾ പുത്തൻ വണ്ടി എടുത്തോ, എന്നിട്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ ഷെയർ മതി, ലാഭം 50-50 ആക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട. പിന്നെ അതേപോലെ തന്നെ കാനഡയിൽ നിന്ന് വേറെ ചേട്ടൻ, അതായത് നിങ്ങൾ നൈറ്റ് സർവീസ് തുടങ്ങിക്കോ, ഞാൻ ഫണ്ട് തരാം, നിങ്ങൾ എന്നാന്ന് ചെയ്തോളം പറഞ്ഞു. നമ്മൾ പറഞ്ഞു വേണ്ട ചേട്ടാ. അതായത് നമുക്കറിയാം ഓരോ മേഖലയിൽ ആദ്യം നമുക്ക് കുറേ പണി കിട്ടിയത്. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരാളുടെ കാശ് നമ്മൾ കാരണം പോകരുത്. അതാണ് ഞങ്ങളുടെ ഒറ്റ ഒരു മുദ്രാവാക്യം അല്ലേ? അതെ. ഗൈസ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത്ര നേരം വരെ നല്ല കാലാവസ്ഥയായിരുന്നു. പെട്ടെന്ന് മഴ, കാലാവസ്ഥ മാറി. ഞങ്ങൾ ഫുള്ള് കാലാവസ്ഥ മാറണം അല്ലേ? നമ്മൾ ആൻഡമാനിൽ പോകാൻ വേണ്ടി ഒരു ട്രൈപ്പോഡ് ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ അത് 25-ാം തീയതി വരുള്ളൂ. പക്ഷേ അതുവരെ നിൽക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് നാളെ കഴിഞ്ഞാൽ പോകണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഇവിടുന്ന് ചെന്നൈക്ക് എത്ര മണിക്കൂറുണ്ട്? ചെന്നൈക്ക് 600 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് എന്നാലും കുഴപ്പമില്ല. നമുക്ക് എറണാകുളത്ത് നിന്ന് പോകാം. ഇഷ്ടം പോലെ വണ്ടി ഉണ്ടല്ലോ, അങ്ങനെ പോകാൻ പറ്റുമല്ലോ. എറണാകുളത്ത് ബസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നേൽ ബാംഗ്ലൂർ ടിക്കറ്റിൻ്റെ ഒന്ന് നോക്കണം മൊത്തത്തിൽ, അല്ലെങ്കിൽ ചെന്നൈ. ഒന്നേൽ ഈ സഫാരി ഓടിച്ച് ചെന്നൈ എയർപോർട്ടിൽ കൊണ്ടിട്ടിട്ട് അവിടുന്ന് ഫ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ബസ്സിന് പോകും. ബസ്സിന് പോവുകയാണെങ്കിൽ ഞാൻ നോക്കി 3 ബസ് കയറി ഇറങ്ങണം. അത്
കൊച്ചി പോയിട്ട് പോകാലോ. എന്തിന്? കോഴിക്കോട് പോയിട്ട് അതൊരു മണ്ടത്തിലല്ലേ. ഇപ്പൊ നമ്മൾ ഇതിലങ്ങ് കയറി പോകുന്നല്ലേ. കോഴിക്കോട് പോയിട്ട് പോകാം. ഇല്ല, ബസ്സില്ല. നമ്മുടെ TT നെപ്പോളിയനെ അവിടെ ചെന്നിട്ട് ഒന്ന് അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ ഗ്രാഫിക്സ്, സ്റ്റിക്കർ, അതിന്റെ ലൈറ്റ് വർക്ക്, അങ്ങനെയുള്ള പരിപാടി സംഭവങ്ങൾ, അതിൻ്റെ അത് ലൈന് ഇതൊക്കെ ചെയ്യണം. പിന്നെ അതിൻ്റെ അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ കുറച്ച് സാധനങ്ങൾ പൊട്ടിയിരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് മേടിച്ചുകൊണ്ട് പോകണം. സൈഡ് ബീഡിങ്, ഹീറ്ററിന്റെ പരിപാടി ഇതൊക്കെ ചെയ്യണം. കാരണം ഇനിയും മഞ്ഞാണ് വരാൻ പോകുന്നത്. എപ്പം ഞങ്ങൾ യാത്ര ചെയ്താൽ അപ്ഡേഷൻ ഉണ്ടോ? തീർച്ചയായും. അതായത് നമ്മൾ എപ്പം യാത്ര ചെയ്താലും ഈ മഞ്ഞത്തെ നമ്മൾ ചെന്ന് വിടുകയുള്ളൂ. ഇന്നേ വരെ നല്ലൊരു കാലാവസ്ഥ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം വീണ്ടും നമ്മൾ എല്ലാവരും ആലോചിക്കും നമുക്ക് തണുപ്പിൽ പോവാണ്, ചെലവ് കുറവില്ലേ, ഡീസലൊന്നും വേണ്ടല്ലോ. നഷ്ടം ഏറ്റവും കൂടുതൽ തണുപ്പിലാണ് നഷ്ടം. അത് ഹീറ്റർ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണ്ടേ. സത്യം കേട്ടാ, അതൊരു യാഥാർത്ഥ്യ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറി. കാരണം നല്ല മഴയായി കേട്ടോ. ഇനിയിപ്പോൾ പുറത്ത് വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കിളിക്കൂട് ഒന്ന് ലെവലാക്കി എടുക്കണം. ഞങ്ങളത് പ്ലാൻ ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഈ കിളിക്കൂട് നമുക്ക് ഇവിടെ മാറ്റണം. വേറെ നമുക്ക് വീടിനെ മണ്ടയ്ക്ക് അടിച്ചാൽ വലുതാക്കി എടുക്കാം. യെസ്, അതേപോലെ തന്നെ വീട് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. എൻ്റെ പുത്രൻ കാണിച്ചു വെച്ചാൽ നിങ്ങൾ കണ്ടോ? ഫുള്ള് കുത്തി വരച്ച് പെയിൻറ്റിങ് എല്ലാം കളഞ്ഞു. എന്നെ പിള്ളേരായി കഴിഞ്ഞാൽ ആദ്യം വൈറ്റ് എവിടെ കണ്ടോ അവരവിടെ വരയ്ക്കും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർ വരച്ചോട്ടെ, പെയിന്റ് അടിക്കുക. മൈക്കിൾ ബേബി, ഗൈസ് ഞങ്ങൾ എന്താ ചെയ്യാന്നറിയാവോ? ഞങ്ങള് ഈ സെറ്റ് സാധനമൊക്കെ അതായത് ഞങ്ങൾ പരിപാടി ഇപ്പം മഴയുള്ള അപ്പം പുറത്ത് കളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ 2-3 പ്രാവശ്യം പല ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോയി. കളിക്കാൻ അറിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൾ മൊത്തം സ്വിച്ച് പോവുക. അപ്പൊ ഞങ്ങൾ ആ കളിയൊക്കെ നിർത്തി. അതെ ഗൈസ്, അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? വീടിനുള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പം ഞാനും ലിബിനും ഇതുണ്ട്. ഇതിൻ്റെ അകത്താണ് ക്രിക്കറ്റ് കളിയും പരിപാടി മൊത്തം. അതായത് ഞങ്ങൾ ഇങ്ങനെ മുട്ടു തുടങ്ങും. ഇപ്പം നമ്മൾ ഏകദേശം കുറച്ച് ദിവസമായി വീട്ടിൽ. ഇത്ര ദിവസത്തിൽ കൂടുതൽ നമ്മളിവിടെ ഇരിക്കാൻ നേരത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ബോറടിക്കും അല്ലാടാ ലിബി. പിന്നെ നമ്മളിങ്ങനെ തെണ്ടി നടന്ന് പുറത്തുകൂടെ നടന്ന കാരണം നമുക്ക് വീട്ടിൽ ഇരിക്കാൻ ആദ്യം പറ്റൂല. അതെ, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുട്ടിന് പീരാന്ന് പറഞ്ഞാൽ മൈക്കിൾ. ഇത് മൈക്കിളിൻ്റെ കളിസ്ഥലമാണ്. ഇത് കണ്ടോ, ഇത് മൈക്കിളിൻ്റെ ഏരിയ ആണ്. ഇവിടെയാണ് മൈക്കിൾ കളിക്കുക. പിന്നെ അവൻ്റെ ടോയ്സ്, അവൻ്റെ കാർ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ അവൻ്റെ സാമ്രാജ്യങ്ങളാണ്. ഞാൻ ഇടത്തക്കൈനും വലത്തക്കൈനും കേട്ടോ. ആരാ? നേരത്തെ വലത്തക്കൈ ആയിരുന്നു, ഇപ്പൊ ഇടത്തക്കൈ കേട്ടോ. ഇങ്ങനെ മുട്ടി കളിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഞങ്ങളുടെ ഫുട്ബോള്, ഷട്ടിൽ ബാറ്റ്, പിന്നെ ക്രിക്കറ്റ് ബാറ്റ്, ഇങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട്. ഞങ്ങളുടെ ഒരുവിധപ്പെട്ട വെടിക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ടല്ലോടാ. പണ്ട് നമ്മുടെ ഫുട്ബോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ തമിഴ്നാട്ടിൽ ഷട്ടിലുണ്ടായിരുന്നു, പിന്നെ മീൻ പിടിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മീനെ പോലെ നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ? സത്യമായ കാര്യം അല്ലേ? ഇനി നീ ബാറ്റ് ചെയ്തോ. നിനക്ക് ബോളറിയാൻ അറിയത്തുള്ള ആൾക്കാർ വിചാരിച്ചാലോ, നീ ബാറ്റ് ചെയ്തോ. ഗൈസ്, ഞങ്ങളുടെ പുത്രൻ ഇവിടെ എല്ലാം അലമ്പാക്കി ഇടും കേട്ടോ. ഇത് നോക്കിയേ, ഇന്നിവിടെ ഇതാ ഈ സാധനം എല്ലാം വലിച്ചു വരി ഇട്ടാക്കുന്ന. ഞാൻ കണ്ട ഇവൻ മര്യാദയ്ക്ക് പന്തെറിഞ്ഞു വരില്ല. ഇടത്തെ കൈ വലത്തെ കൈ ഞാൻ ഓളിനോളാം. നീ മര്യാദയ്ക്ക് എറി. ഞാൻ നല്ല കേട്ടോ. ഇതിന് നീ മര്യാദയ്ക്ക് എറിഞ്ഞാൽ എന്നാ ചെയ്യാൻ? എൻ്റെ ബോൾ ഇങ്ങനെ ടേൺ ചെയ്യുവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് പന്ത് ഒളിപ്പിച്ചേക്കാതെ പന്തിതാ. ഞങ്ങൾ കളിക്കുന്ന വെച്ചാൽ ഞാനും കൊച്ചു ബോൾ എറിഞ്ഞ കൊച്ചു വേണേ പറ്റിക്കാം. വർത്താനം പറയാൻ അറിയത്തില്ലല്ലോ കേട്ടോ. ചിരിയാ അവിടെ. ഗൈസ്, ആളെ കാർട്ടൂൺ കാണും കേട്ടോ. അതാണ് സംഭവം. ഇതന്നെ ഇത്ര ചിരി. കാർട്ടൂൺ. ഇതാണ് മൈക്കിൾ. സർക്കസ് പരിപാടികൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ നല്ല പരിപാടികൾ. കാർട്ടൂൺ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതെല്ലാം കാണിക്കുകയും ചെയ്യും. ഇതെന്നാടാ അവിടെ നേരെ ഇരിക്കണം മൈക്കിളെ. എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഫോണൊക്കെ ആൾ കൊണ്ടുപോകും. അത് ഫോണും കൊണ്ട് പോവുക. നീ മനസ്സിലായ കാര്യങ്ങൾ നീ എടുത്താലോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട് നമ്മളിവിടെ ഉണ്ടെന്ന്. നമ്മളാണ് പറ. നമ്മൾ മൈക്കിൾ ബേബി. ഇത് മൈക്കിളെ രക്ഷയില്ല കേട്ടോ. കാർട്ടൂൺ അഡിക്ഷനാണ്. ഇല്ല എൻ്റെ മോൻ പൊക്കോ. അയ്യോ, മോൻ കണ്ടോ? എന്നാ കേട്ടോ. നമ്മുടെ ഭക്ഷണമൊക്കെ റെഡിയാവുന്നു. അതായത് മൺപയറും കായും, പിന്നെ അവിയല്, പിന്നെ രാവിലെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് പൊറോട്ട ഇന്നലെ ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ ഈ വീഡിയോ കഴിയുമ്പോൾ കാണിച്ചു തരാം. എല്ലാവരും പരാജയം വന്ന് ഏറ്റു പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. സാധനം നമ്മൾ റെഡിയാക്കി എടുത്തതാ. പൊറോട്ട നല്ലതായിരുന്നു. പക്ഷെ കഴിക്കാൻ നല്ല രസിച്ച. വെള്ളം കുറഞ്ഞു, പറ്റിക്കപ്പെട്ടിട്ടില്ല. ഇല്ല അല്ലേ? അടുത്ത വർഷം നമുക്ക് റെഡിയാക്കാം. എത്ര എണ്ണം? 2-3 എണ്ണം. 2 എണ്ണം അല്ലേ? എന്തേ അതിനും ചൂടാലോ.
നമ്മൾ കോയിൻ പൊറോട്ട ആട്ടോ ഉണ്ടാക്കിയ ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും. ആ ചൂടോട് തിന്നണം അല്ലേ മമ്മി? ചൂടോട് തിന്നണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വലിയ സുഖവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ലൈറ്റുകളൊക്കെ ഓരോന്ന് പോയല്ലോ, മാറ്റണം. ഒരു വർഷമാകുമ്പോൾ ഒരു 10-15,000 ലൈറ്റ് പോകും, വീണ്ടും മാറ്റണം. വേറെ കേസുണ്ട്, നമ്മൾ ഈ തിരൂരൊക്കെ പോയി എടുക്കാൻ നേരം നമ്മൾ ശ്രദ്ധിക്കുക, കമ്പനി ബ്രാൻഡ് എടുത്താൽ നമുക്ക് 5 കൊല്ലം 10 കൊല്ലം കിട്ടും. അതെ, അല്ലെ നമ്മൾ ലോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോയിക്കൊണ്ടിരിക്കുക. മയക്കാതില്ല, ഞാൻ അവനും കൂടെ ചെറിയൊരു ഡിണ്ടിൻ്റെ ഇടിയായി, അതാണ് പ്രശ്നം. കാർട്ടൂൺ മാറ്റി കൊടുക്കാനോ? ഞാനാ ജയിച്ചേ. ഓ ചില്ലറ പൈസ എന്തോരുണ്ടെന്ന് അറിയാമോ? ഈ കസാക്കിസ്ഥാൻ്റെ ഒക്കെ ചില്ലറ പൈസയാണ് ഞാൻ ഞെട്ടുന്നത്. ആരും ചോദിക്കരുത്, ഇത് ഞാൻ സൂക്ഷിക്കുന്നതാണ്. ഇത് ആർക്കും തരൂല, ആർക്കും തരൂല. നോക്കിയേ എന്തോരം ചില്ലറ. ഇത് കസാക്ക്, തായ്ലൻഡ്. ഈ കസാക്ക് ഇത് അടിക്കുന്നതിന്റെ പൈസ ഇവർക്ക് കിട്ടുമോ? ഞാൻ പറഞ്ഞാലേ ഇത് ഏതൊക്കെയാണ്? തായ്ലൻഡ് അല്ല, ആദ്യം മുതൽ പറയാം. ഇതിൻ്റെ അകത്ത് സിംഗപ്പൂർ തൊട്ട് തുടങ്ങിക്കോ. അങ്ങനെയല്ല, ദുബായിയുടെ ഉണ്ടാവും, പിന്നെ മാലദ്വീപ്സിൻ്റെ ഉണ്ടാവും, പിന്നെ ഇത് ബംഗ്ലാദേശ് ഉണ്ടാവും, പിന്നെ മലേഷ്യ ഉണ്ടാവും, തായ്ലൻഡ് ഉണ്ടാവും, കംബോഡിയ ഉണ്ടാവും, ലാവോസ് ഉണ്ടാവും, വിയറ്റ്നാം ഉണ്ടാവും, പിന്നെ ആ റീജിയൻ്റെ മൊത്തം ഉണ്ട്. നമ്മളവിടെ പോകാത്ത മ്യാൻമർ മാത്രമേ പോകാത്തേ ഉള്ളൂ. അതെ. പിന്നെ മറ്റേ ഏറ്റവും വലിയ രാജാവ് ഏതായിരുന്നു? ബ്രൂണൈലില്ല. പിന്നെ ഇന്തോനേഷ്യ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അത് ചൈനയുണ്ട്, കസാക്കിസ്ഥാൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനുണ്ട്, റഷ്യ ഉണ്ട്, ജോർജിയ ഉണ്ട്, തുർക്കി ഉണ്ട്, പിന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഇത് യൂറോയും ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതുണ്ടോ ഇത്രയും പൈസ? അത് ഇങ്ങനെ തിരിച്ചു തന്നെ വെച്ചതിൻ്റെ അകത്ത് ഇതുണ്ടോ ഇത്ര. ഇതൊക്കെ അത്യാവശ്യം നല്ല പൈസയുണ്ട് കേട്ടോ. ഇതുണ്ടോ നിങ്ങൾ വാരി അതിൻ്റെ അകത്ത് കേട്ടോ. ഇനി ഞാൻ നോട്ട് നിങ്ങളെ കാണിച്ചാൽ നോട്ട് നിങ്ങളെ തല ഇറങ്ങി. ഇതെങ്ങനെ സംഭവം തരാം? ഈ റഷ്യയിലൊക്കെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡൊന്നും വർക്കാകത്തില്ല. അപ്പം കസാക്കിസ്ഥാനിൽ നിന്നെല്ലാം ചെയ്യും ഞങ്ങൾ, പൈസയൊക്കെ എടുത്ത് കൈ പിടിക്കും. അപ്പോൾ ബാലൻസ് വരും എക്സിറ്റ് അടിക്കാൻ നേരത്ത്. അപ്പം ഞങ്ങളിങ്ങ് കൊണ്ടുവരും. അത് നോക്കത്തൊന്നുമില്ല, ബാഗൊന്നും നോക്കത്തില്ല. പിന്നെ അടുത്ത രാജ്യത്തിൻ്റെ കേസേ നോക്കത്തുള്ളൂ. ഈ പ്രാവശ്യം ചിലപ്പോൾ എനിക്ക് തോന്നുന്ന യൂറോപ്യൻ യൂണിയനിലല്ല ഒരു പൈസ ആയതുകൊണ്ട് വലിയ വിഷയം വരില്ല, എല്ലായിടത്തും യൂറോ എടുക്കും. അതേത് രാജ്യത്തിനാണ് ഞാൻ പറഞ്ഞത്? തുർക്കി. ആ ഇത് തായ്ലൻഡ്. അയ്യോ അത് പോയി. രണ്ടും തായ്ലൻഡ് കേട്ടോ, രണ്ടും തായ്ലൻഡാണ്. തായ്ലൻഡ്. ഇത് ഇത് ദറംസാ, UAE. പല രാജ്യത്തിനുണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഇതെടുത്ത് നോക്കട്ടെ, ഇതിപ്പം തുറന്ന പോലെ അല്ല എടുക്കാൻ. ഗൈസ് ഇനി പൈസ ഞാൻ കാണിച്ചു തരാം. ഇതേ ഇത്ര ഉള്ളോ അമ്മേ? ഇനിയും കാണണ്ടാണല്ലോ. ഇതൊക്കെ ഭയങ്കര വിലപിടിച്ച പൈസ. ഇത് സിംഗപ്പൂരിൻ്റെ $50 ഈ കാണുന്നത്. ഇത് $15. ഇത് കണ്ടോ സിംഗപ്പൂര്? ഇത് കണ്ടോ? അത് തിരിക്കണ്ട കേട്ടാ, അത് മിക്സ് ആയിപ്പോ അല്ലേ. ഇനി ഇതേതാ? അത് ബംഗ്ലാദേശാണോ? കസാക്ക്, ഉസ്ബക്ക്. ഇതേ ഡോളർ കണ്ടോ? ഡോളറല്ലേ, യൂറോ. ഇത് എത്ര യൂറോ ആണെന്നറിയോ? 20 യൂറോ. ഇത് 10, 5 കുറവാ യൂറോ. ഇഷ്ടം. ഇത് ടർക്കിഷ് ലിറയായിരുന്നു. ഇവിടെ എഴുതൂലോ, ലിറിയായിരുന്നു. മറന്നുപോയി ഇതൊക്കെ. ലാറി. അപ്പം മറ്റേത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെയാണ്, ജോർജിയയിലെ വേറെന്താ? ഇതൊക്കെ ഏതാ? ഇതൊക്കെ തുർക്കി കേട്ടാ. ഇതൊക്കെ തുർക്കി. ഇതൊക്കെ തുർക്കിഷ് പൈസകളാണ്. തുർക്കി. ഇതേതാ? അത് കസാക്ക്. അല്ലല്ല, റഷ്യൻ. ഇത് റഷ്യൻ. മേളത്തെ റഷ്യൻ. ഇതിൻ്റെ അകത്തെ കസാക്ക്. ഇതും കസാക്ക്. ഇതേതാ? റഷ്യയുടെ 10,000. റഷ്യൻ 1000. എന്തോ ഒരു പൈസയാ. ഇനിയുണ്ട്. അതൊന്നുമല്ല. ഇതൊക്കെ തായ്ലൻഡ്. അല്ലല്ല, ഇത് കംബോഡിയനാണ്. ഇത് തായ്ലൻഡാ? അത് കംബോഡിയ ലാവോസോ? അത് ലാവോസ്. ഇത് ഫുള്ള് ലാവോസ് പൈസ. ശരിയാ, ഇത് ലാവോസ്. ഇത് തായിയാന്ന് തോന്നുന്നു. ഇത് തായ്ലൻഡ്. ബുദ്ധ കണ്ടല്ലേ. ഇത് കസാക്ക്. അല്ലല്ല, ഇതാണ് കംബോഡിയ. ഇത് കംബോഡിയ. ഇത് ഫുള്ള് കംബോഡിയനാട്ടോ. ഇത് ചൈന. യാൻ. ഇത് കുറേ ഉണ്ട്. ചൈനയുടെ ഞാൻ കാണിച്ചത് എന്തോരം ചൈനയുടെ അത്യാവശ്യം ഉണ്ട്. ഇതൊക്കെ കസാക്ക്. അവരുടെ 100. ഇത് ചൈനീസ് 100.
ആ ഇതാണ്ടോ അവിടുത്തെ ഇത് ഏറ്റവും വലിയ നോട്ട്. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങണേ തന്നെ ഇത് കൊടുക്കണം അവിടെ. ആ എന്തോലെ പൈസ അങ്ങനെ ഇതുണ്ടോ ചൈനീസ് നൂറ് എന്തോരം നോക്കിയത് ഇതേ ഇതാ ഇതാ ഇനിയുണ്ട് ഇതേ ഇതേതാ ചൈന ചൈന അല്ല ഇത് തുർക്കിയത് തുർക്കിസ് പൈസ ഇതൊക്കെ കസാക്ക്. ഡോളർ ഉണ്ടായിരുന്നില്ല, ഡോളർ അവിടെ പോയി. ഡോളർ അറിയില്ലടാ, ഡോളറൊക്കെ ഉണ്ടായിരുന്നു. അല്ല ആ ഡോളറാണ് നമ്മൾ ഈ പ്രാവശ്യം മറ്റേ ഇവർക്ക് കൊടുത്തത്, മറ്റേ വണ്ടി അവിടെ ഇടാൻ വേണ്ടി ഇംഗ്ലീഷുകാരന് കൊടുത്ത് ഇവിടുന്ന് എടുത്തോണ്ട് പോയായിരുന്നു ഡോളർ. ഇതൊക്കെ അങ്ങനെ പല 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 സാധനങ്ങളുണ്ട് കേട്ടോ. ജസ്റ്റ് ഇത് ഇങ്ങനെ എടുത്തപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നാ. ഈ സാധനം നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ശരിക്കും നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നതിന് നല്ല പൈസ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ല. നിങ്ങൾക്ക് വേറെ കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇതുപോലത്തെ നോട്ടൊക്കെ വേണേൽ നേരെ എയർപോർട്ടിൽ പോവാം. എയർപോർട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഈ കൺവേർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പൈസ കിട്ടും അല്ലേ. ചൈനീസ് ഒരു രൂപ യാനാണോ ചൈനയാ? ആ ചൈന യാൻ ഒരു യാൻ അതന്നെ ചൈന തന്നെ യാൻ. ചൈനീസ് യാൻ അല്ലേ? ഇത് ചൈനയുടെ 1, 20, 20, 10 അതൊക്കെയാ. ഇനി ഇതിൻ്റെ അടിയിലേക്കൊക്കെ ചൈനയുടെ 50. ചൈനയുടെ നോട്ട് കണ്ടമാനം ഉണ്ട് കേട്ടോ. അന്ന് നമ്മൾ എടുത്ത് ക്യാരി ചെയ്ത് വെച്ചാ ചൈന നോട്ട് 50. യാൻ എന്തോരോ ചൈനയുടെ 10 രൂപ. ചൈന പോയപ്പോൾ എങ്ങനെയായിരുന്നു സംഭവം എന്ന് വെച്ചാൽ, ചൈന നമ്മളെ ഇന്ത്യക്കാരായതുകൊണ്ട് പല ഹോസ്പിറ്റലിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളും നമുക്ക് കിട്ടും. അത് ഭയങ്കര പാടാണ്. നമ്മൾ പാസ്പോർട്ടൊക്കെ അടിച്ചൊക്കെ വരാൻ നേരത്ത് ടൈം വന്നിട്ട് അപ്പോൾ ഈ ഒരു 100 യാൻ കൊടുക്കും, ഗുളിക മേടിക്കും അല്ലേ. ഫുള്ള് കൈക്കൂലി. പക്ഷെ അത്ര കൈക്കൂലി ഇല്ല ചൈനയിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ കിളിവാറിപ്പോയ സ്ഥലം റഷ്യ അല്ലേ. എക്സ്പെക്ട് ചെയ്തതിൻ്റെ 10 ഇരട്ടി. സാധാരണ ഇന്ത്യയിലൊക്കെ വിദേശ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഇടും എന്തെങ്കിലും മിച്ചർ കൈക്കൂലി കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. അതാ അവസ്ഥ അല്ലേ. ജോർജിയ അങ്ങനെയല്ല, നമ്മളോട് താല്പര്യമില്ല. സ്കിന്ന് പ്രശ്നമാണ് ജോർജിയയിൽ. അപ്പോൾ അത് വളരെ കെയർഫുൾ. യൂറോപ്പ് ഇപ്പം അങ്ങനെ ആയവ ടോട്ടലി നമ്മുടെ ആൾക്കാർക്കും അതിന് പങ്കുണ്ട്. കാരണം അവിടെ ചെന്നിട്ട് മര്യാദയ്ക്ക് നിൽക്കൂല. നമ്മളെ പോലെ വിസ ഇന്ത്യക്കാര് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിലും പിന്നെ ബംഗ്ലാദേശികളും ശ്രീലങ്കക്കാരും ഇവരെല്ലാം ഇതിൽ വരും. അതായത് ഇങ്ങനെ ബ്രൗൺ സ്കിൻ ഉണ്ടോ അത് മൊത്തം ഇന്ത്യക്കാരാണ്. വേറെ രാജ്യക്കാരൊന്നും, നേപ്പാളുകാർ വരെ ഇന്ത്യക്കാരെന്ന് അറിയപ്പെടുന്നത്. പാകിസ്ഥാനികൾ പേടിച്ചിട്ട് പറയുന്നത് ഇന്ത്യക്കാരെന്ന് പറയാം അവര് അല്ലേ. അവരെന്തിനു കാര്യം കാണിച്ചാൽ ഞാൻ ഇന്ത്യക്കാരനാണ്. പാകിസ്ഥാൻ ഇവിടെ മൈക്കിൾ എന്താ ഇവിടെ നിന്നെ കൂടുതൽ കൂട്ടിയില്ല. വാ കമേൻ. പുറത്ത് നല്ല മഴ കേട്ടോ. ഇത്രയും നേരം വരെ നമ്മൾ പറഞ്ഞ പോലെയല്ല, കിടിലം മഴയാണ്. നിങ്ങൾ വിശ്വസിക്കൂല, നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് നേരത്തെ വീഡിയോ എടുത്തത്. അതെ, അവിടുത്തെ കാഴ്ച നോക്കി. 1.5 മഴയായി. എന്താ മഴ എന്ന് നോക്കി. നമുക്ക് പൊതുവെ എന്നാ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് എല്ലാ കൊല്ലം ഇവിടെ മഴ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ 3 ഫോറസ്റ്റ് ഉണ്ട്. ഒന്ന് മാക്കൂട്ടം ഫോറസ്റ്റ് ഉണ്ട്, ഒന്ന് കാഞ്ഞിരക്കൊല്ലി ഫോറസ്റ്റ് ഉണ്ട്, ഒന്ന് ഈന്തങ്കരി ഫോറസ്റ്റ് ഉണ്ട്. 3 ഫോറസ്റ്റ് 6 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കാഞ്ഞിരക്കൊല്ലി അല്ല, അതിന് പറയാം കാലാങ്കി എല്ലാം കർണാടക റേഞ്ച്. എല്ലാ സ്ഥലം അടുത്ത് എനിക്ക് അറിയാവുന്ന സ്ഥലമാണ് പറഞ്ഞത്. 3 ചുറ്റപ്പറ്റി കിടക്കാൻ ഭയങ്കര മഴ കൂടുതലായിരിക്കും. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാൻ മറന്നുപോയി. അതായത് ഇത്ര നാൾ നിങ്ങൾ കണ്ട ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ബ്ലോഗാണ്. ഇനി ഞങ്ങളുടേതായ രീതിയിലൊരു ബ്ലോഗ് ചെയ്യുക. അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ സംസാരിച്ചിട്ട് പിടിച്ചും ഇച്ചിരി ഇതൊക്കെ നോക്കി ആൾക്കാർ ഇതൊക്കെ പൾസൊക്കെ നോക്കി സംസാരിക്കുള്ളൂ ചില സമയത്തൊക്കെ പണ്ട്. ഇനി ഞങ്ങളുടേതായ രീതിയിലൊന്ന് ബ്ലോഗ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു എൻ്റയർലി ഉള്ളൊരു സ്റ്റൈലൊക്കെ മാറ്റി വേറൊരു രീതിയിൽ, മീൻസ് ഇത് പച്ചയായ രീതിയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇനി ബ്ലോഗ് ചെയ്യുന്നത്. അപ്പം ഈ പ്രാവശ്യത്തെ ആൻഡമാൻ ട്രിപ്പ് നമ്മളൊരു വ്യത്യസ്തമായ രീതിയിൽ, നമ്മുടേതായ രീതിയിൽ, നമ്മുടെ വാക്ക് ശൈലിയിൽ, നമ്മുടെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ യാത്രയിൽ വീഡിയോക്ക് ലെങ്ത് കുറവായിരിക്കും. മീൻസ് 24 മിനിറ്റ്, 22, 26, മാക്സിമം 28 ഇത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു യാത്രയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുൻകൂട്ടി പറയുകയാണ്. ഇനി യൂറോപ്പ് ആണെങ്കിലും അങ്ങനെ ആയിരിക്കും. കാരണം ലെങ്തുള്ള വീഡിയോ ഇടത്തില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതാണ് കുറച്ചും കൂടെ നല്ലത്. നന്നായിട്ട് എഡിറ്റ് ചെയ്യാനും നന്നായിട്ട് ചെയ്യാനും, മറ്റേത് കട്ട് ചെയ്ത് വെറുതെ യോജിപ്പിച്ച് വെക്കാനേ പറ്റുള്ളൂ. അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്, ഗുഡ് സീ യു ഗൈസ്. ഈ അവസാനം ഔട്ട്രോ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുഖം മാറിയതുണ്ടോ? ഗൈസ് 2021 ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് സുനിൽ. അതായത് സുനിലായിട്ട് ഞങ്ങളെ അങ്ങാടിക്കടവ് താമസിക്കുമ്പോൾ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്നോട് പ്രസാദ് സാറൊക്കെ പറയായിരുന്നു, നീ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തൊക്കെ നല്ലതാണ്, എടുത്തു വെക്കാൻ പറയും. ഞങ്ങളന്നൊന്നും ഇത് ഗവനിച്ചില്ല. ഈ പുള്ളി എൻ്റെ വീട്ടിൽ 3 പ്രാവശ്യം വന്നു, 4 പ്രാവശ്യം വന്നു. പുള്ളീനെ ഞങ്ങൾ ഒഴിവാക്കി നൈസായിട്ട് വിട്ടു. പക്ഷെ ഞങ്ങൾ
അന്ന് പുള്ളി ഞങ്ങളുടെ കുറേ കാര്യം പറഞ്ഞു, എടാ എൻ്റെയാണ് ഏറ്റവും വലിയ പോളിസി, അതാണ് ഇതാണ് എല്ലാം ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഞങ്ങൾ കേട്ടില്ല. ലാസ്റ്റ് ഈ നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആകുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ സഫാരി ആക്സിഡൻറ്റിന് മുമ്പ് ഞാനും ലിബിനും പറയുമായിരുന്നു, ഇങ്ങനെ വേളാങ്കണ്ണിക്ക് പോകുന്ന വഴിക്ക് പറഞ്ഞു, ലിബിനെ നമ്മളൊരു 2-2.5 ലക്ഷം രൂപ ഇൻഷുറൻസ് അടച്ചു, ഒരു ലാഭമില്ല, ആ കോപ്പ് നിർത്തിയേക്കാന്ന്. പോയി തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി ഇടിക്കുകയും ചെയ്തു, ഞങ്ങളെ പണിക്കുറ്റി തീരുകയും ചെയ്തു. അപ്പം ഞാൻ എന്നാ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇടുന്ന എല്ലാവരും ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കണം. അത് നിർബന്ധമാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചാണ്. ആശുപത്രി കേസാണ് മനുഷ്യനെ കൊണ്ട് തീർപ്പാക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മൾ എത്ര വലിയവനാണ് തെണ്ടേണ്ടി വരും, അല്ലേ? അല്ലേ? അതായത് തെണ്ടേണ്ടി വരും. അപ്പം നമ്മളൊരു ഇപ്പം എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിരിക്കണം. അപ്പം നിങ്ങൾ എടുക്കുക എന്ന് പറയുമ്പം നിങ്ങൾ എല്ലാവരുടെ അടുത്തും എടുത്തിട്ട് കാര്യമില്ല. അതായത് നിങ്ങൾ അത്യാവശ്യം നിങ്ങളെ കൊണ്ട് ഈ പോളിസി എടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം കിട്ടുന്ന ആളെ കൊണ്ട് വേണം ഈ സംഭവം എടുപ്പിക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഇപ്പം സുനിലേട്ടൻ, ഞങ്ങളെ സംബന്ധിച്ച് സുനിലേട്ടൻ ഞങ്ങളുടെ പോളിസിയുള്ള സുനിലേട്ടൻ്റെ കയ്യിലാണ്. ഇപ്പം ഞങ്ങൾ എറണാകുളം അപ്പോളോ കിടന്നാലും ഇനിയിപ്പം തൃശ്ശൂർ കിടന്നാലും, അതുമാത്രമല്ല ഞങ്ങളിപ്പം കണ്ണൂർ പോയാലും ഇരിട്ടി പോയാലും എവിടെ പോയാലും ഞങ്ങളുടെ പോളിസിയുടെ എല്ലാ കാര്യം തീരുമാനമാക്കി. അതായത് ഈ പോളിസിയൊക്കെ എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന സംഭവം എന്നാന്ന് പറയുന്നറിയോ? റിജക്ഷൻ കൂടുതൽ. അതായത് എന്നാ കാര്യം? കറക്റ്റ് ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് എടുക്കാത്തതുകൊണ്ട് അബദ്ധങ്ങൾ പറ്റുന്നതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ. അപ്പം നിങ്ങൾ കറക്റ്റ് ഒരു ഏജൻറ്റിനെ കണ്ട്, ഇപ്പോൾ സുനിലേട്ടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത്. ആണോ? അല്ലേ? സർവീസ് കറക്റ്റ്. യെസ്, അതെ. അതാണ് കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഏജൻറ്റാണ്. ഇനി ഇതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സ്റ്റാറുണ്ട്, പിന്നെ ടാറ്റയുണ്ട്. ഇപ്പം ഞാനൊരു ടാറ്റ കൂടെ എടുക്കാൻ പോവാണ്. അതായത് എനിക്ക് ഓൾറെഡി സ്റ്റാറുണ്ട്. ഇപ്പോൾ എത്ര വർഷം? എൻ്റെ 21 മുതൽ ഇപ്പോൾ 25, 4 വർഷം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു നമ്മുടെ പോളിസി റിന്യൂ ചെയ്യേണ്ട ദിവസം. അപ്പോൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഞങ്ങൾ അങ്ങനെ എടുത്താട്ടോ, ഒരു വർഷത്തെ 95,000 രൂപയാണ്. പക്ഷേ അത്ര ഇല്ല. അതായത് എത്ര രൂപ മുതലേ പോളിസി കൊടുക്കുന്നത്? ഈ ടാറ്റയുടെ എത്രയാണ് നമ്മളോട് പറഞ്ഞത്? ചെറിയ പ്രീമിയം കുറവാണ് അല്ലേ? 6,000 എത്ര 6,000 അത്ര അങ്ങനെ ഉള്ളൂ. പിന്നെ സ്റ്റാറിൻ്റെ ഏതാണ്ട് 12,000 അല്ലേ? അത് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നല്ല മെയിൻ. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എവിടെ നിന്ന് എടുക്കാം? നിങ്ങൾക്ക് ICICI നിന്ന് എടുക്കാം. 6 കൂടി എടുത്ത്. അത് ഞങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതായത് ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു രീതിയിൽ പ്രശ്നങ്ങളില്ല. സുനിലേട്ടൻ എല്ലാ സ്ഥലത്തെ കാര്യങ്ങളും തീരുമാനമാക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരുടെയും ഈ ഇൻഷുറൻസ് അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന നേരത്ത് ചെറിയ കാര്യങ്ങളിൽ പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏജൻറ്റ് എത്രത്തോളം സ്ട്രോങ് ആകുന്നു. അതായത് ഇപ്പം നമ്മളൊരു വക്കീലിനെ കേസ് ഏൽപ്പിക്കുന്ന പോലെയാണ്. നമ്മൾ ആ വക്കീലിനെ വിശ്വസിച്ച സംഭവം കൊടുത്തു, ആ കേസ് അദ്ദേഹം എത്രത്തോളം നന്നായി വാദിക്കുന്നു നമ്മൾ കേസ് ചെയ്യും. ഇല്ലെങ്കിൽ എന്താ നമ്മൾ തോറ്റു. അപ്പോൾ ഇപ്പോൾ സുനിലേട്ടനെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോളിസി ഹോൾഡറാണ്. പുള്ളിയുടെ ഒരു പേഷ്യൻറ്റിന് പോലും, പേഷ്യൻ്റ് എന്നല്ല പറയാം, പോളിസി ഹോൾഡറിന് പോലും ഇന്നേ വരെ ഒരു നെഗറ്റീവായിട്ട്, അതായത് ഇതേവരെ റിജക്ഷൻ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. പുള്ളി ഇങ്ങനെയൊന്നുമല്ല, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പം സംസാരിക്കാത്തതാണ്. അപ്പോൾ സുനിലേട്ടനെ സംബന്ധിച്ച് എത്രയുണ്ട്? കൊണ്ടുപോകില്ലേ? ഒരു 27 വർഷമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിലുണ്ട്. 27 വർഷമായിട്ട്. അന്ന് ഈ പ്രൈവറ്റ് കമ്പനികളൊന്നുമില്ല. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയിലാണ് ആദ്യമായിട്ട് ഞാൻ വരുന്നത് 27 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം സ്റ്റാർ ഹെൽത്ത് വന്നു, പിന്നെ പല കമ്പനികളും വന്നു. ഇന്ന് ഏകദേശം 36ഓളം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പോൾ അതിൽ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇൻഷുറൻസുകൾ ഒന്നും എടുക്കാൻ പാടില്ല. നമുക്ക് എവിടെ നിന്ന് വേണം എടുക്കാം. ഓൺലൈനിൽ നിന്ന് എടുക്കാം, ബാങ്കുകളിൽ നിന്ന് എടുക്കാം, ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കാം, എവിടെ നിന്നും എടുക്കാം. പക്ഷേ ഇതൊക്കെ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാവശ്യം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന പോലെയാണ്. നമ്മൾക്ക് എവിടെ നിന്നും നമ്മുടെ കൂടെ കൂട്ടുകാരെ, സുഹൃത്തുക്കൾ, ബന്ധുക്കാർ, പരിചയക്കാരൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്കൊരു വിഷമം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല. ആ സമയത്ത് ഇന്ന് 10 ലക്ഷം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ആരും ഉണ്ടാകില്ല. ആ സമയത്ത് കൂടെ നിൽക്കാൻ പറ്റുക വെച്ചാൽ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ശരിക്കും നിങ്ങൾക്ക് തന്നെ എന്നോട് കുറച്ചും കൂടെ അറ്റാച്ച്മെൻറ്റ് വന്നു. ലിബിനാണെങ്കിൽ നമ്മുടെ ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലായ സമയത്ത്, അതുപോലെ അപ്പനാണെങ്കിൽ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലായ സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ക്ലെയിം കിട്ടാതെ വന്നു കാര്യങ്ങൾ. അപ്പം നമ്മൾ ബന്ധപ്പെട്ട ആ ക്ലെയിമൊക്കെ കറക്റ്റായിട്ട് കിട്ടി. അതുപോലെ നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഒരേ സമയം 5 പേര് ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായി, ഒറ്റയടിക്ക് 5 ക്ലെയിമുകൾ. അത് ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളുടെ സുനിലേട്ടനായതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമുക്കിപ്പം സാധാരണ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം ആയിരിക്കും ഡിസ്ചാർജ്, അല്ലെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു 11 മണി 12 മണി ഞങ്ങൾക്ക് ഡിസ്ചാർജ് കിട്ടി ഞങ്ങൾ പോകും. ഞങ്ങളുണ്ടല്ലോ, നിങ്ങൾ സുനിലേട്ടൻ്റെ അടുത്തു നിന്ന് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചാൽ
ഞങ്ങളും എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്കൊരു രോഗം അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കേസാണ്, ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരും. അപ്പം ഇങ്ങനെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കുക. അതിപ്പോൾ സുല്ലേട്ടന് എടുക്കണമെന്നല്ല, ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത് ഇദ്ദേഹം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ഇതൊരു പ്രൊമോഷൻ അല്ല, ഇദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഉപകാരം, അതായത് ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ആരോഗ്യ ഇൻഷുറൻസ് എപ്പോഴാണ് നിങ്ങൾക്ക് ഉപകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ എൻ്റെ ആരോഗ്യ ഇൻഷുറൻസിൽ എല്ലാം കവറായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉള്ള സംഭവമാണ്. അതായത് അതിങ്ങനെ മൂത്ത് എല്ലാ കവറേജിലേയും കയറി വരും. അത് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധാരണ ലൈഫ് ഇൻഷുറൻസ് പോലെയല്ല, നമുക്ക് എപ്പോഴും അത് എടുക്കാൻ പറ്റില്ല. നമ്മൾക്ക് തന്നെ അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, കിഡ്നി, ലിവർ, പാൻക്രിയാസ്, നട്ടല്, ഹെഡ് ഇഞ്ചുറി, അപസ്മാരം, ആസ്മ, ഇങ്ങനെയുള്ള ഒരു അസുഖങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു അസുഖം വരുന്നതിന് മുമ്പ് എടുക്കണം. നമ്മളൊരു വണ്ടി കൊടുക്കുന്ന പോലെയാ, ഇടിച്ച ഒരു വണ്ടി എന്ന് പറയുമ്പോൾ എടുക്കുന്നയാൾക്ക് താല്പര്യമില്ല, അപ്പോൾ ഇടിക്കാത്തപ്പോൾ നമുക്ക് കൊടുക്കാനും താല്പര്യമില്ല. അപ്പോൾ നമ്മൾ യാതൊരുവിധ അസുഖങ്ങളൊന്നും ഇല്ലാത്തപ്പം നമ്മൾ എടുത്തു വെക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ പല ലൈഫ് ഇൻഷുറൻസുകൾ, അതിൻ്റെ കൂട്ടത്തിൽ വെഹിക്കിൾ ഇൻഷുറൻസ്, ഷോപ്പ് ഇൻഷുറൻസ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഇതും കൂടെ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഓൺലി ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം, ഫുള്ളായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഓഫീസുണ്ട്, നമുക്ക് സ്റ്റാഫുകളുണ്ട്, കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അവരുടെ കൂടെ. അല്ല, ഇന്നത് വേറെ കാര്യമുണ്ട്. ആൾക്കാർക്ക് ചിന്ത, നമ്മൾ ആദ്യം ഇൻഷുറൻസ് എടുക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ, പിന്നെയുള്ള സർവീസ് ചാർജ് എന്ന സംഭവമൊന്നും ഇല്ല. അതെ, ഇതിൽ ഒരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന എൻ്റെ ഏറ്റവും വലിയ പോളിസി ഹോൾഡർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ആദ്യം നമുക്കിതിൽ വിശ്വാസം വേണ്ടേ. നമ്മൾ തന്നെ പല ഇതിലൊക്കെ നമ്മുടെ പല ഏജന്റ് സുഹൃത്തുക്കൾക്കൊക്കെ എന്നാ ചിലർക്കൊക്കെ അസുഖം ഹോസ്പിറ്റലിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ വരുമ്പോഴാണ്, ഭാര്യയ്ക്കൊക്കെ വരുമ്പോൾ പോളിസിയേ ഇല്ല, എല്ലാവർക്കും കൊടുത്ത് നമുക്ക് സ്വന്തമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഒരു പോളിസി, എനിക്കിപ്പോൾ സ്റ്റാർ ഹെൽത്തിൽ 2 കോടിയുടെ അല്ല, ഞാൻ തന്നെ ഇപ്പം എന്നോട് അന്ന് 2021 കാലഘട്ടത്തിൽ വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് എടുത്തില്ല, പിന്നെ അന്ന് അത് എടുത്തില്ലായിരുന്നല്ലോ. അത് ആരെങ്കിലും ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുനിലേട്ടൻ്റെ അടുത്ത് എടുക്കാം. ഇന്ന് സുനിലേട്ടൻ എടുക്കണമെന്നില്ല, പക്ഷേ ആർക്കെങ്കിലും സംശയപരമായിട്ട് നിൽക്കുന്നുണ്ടോ, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും സുനിലേട്ടൻ്റെ നമ്പർ പിൻ ചെയ്ത് വെച്ച് എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് നോക്കി ആ സുനിലേട്ടനെ കോൺടാക്ട് ചെയ്യുക. സുനിലേട്ടൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, ഇല്ലേ? തീർച്ചയായിട്ടും. യെസ്, അത് ചെറിയൊരു പൈസ ഇപ്പം മുടക്കുക, ഭാവിയിലേക്ക് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. ഒരിക്കലും പുള്ളിക്കൊരു പ്രൊമോഷൻ ആവശ്യമില്ല, ഒരു പ്രൊമോഷനായിട്ടുമല്ല. പുള്ളി എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, ഞങ്ങളുടെ അയലോക്കാരനാണ്, ചെറുപ്പം മൂലേ അറിയാവുന്നതാണ്. അപ്പം ഞങ്ങൾ പണ്ട് വേണ്ട എന്ന് വെച്ചൊരു സംഭവം വീണ്ടും ഞങ്ങളുടെ ഭാവിയിൽ ഉപകാരപ്പെട്ട് നിങ്ങളോട് പറയുകയാണ്. ഞങ്ങളോട് ഇത് ഏറ്റവും ആദ്യം പറഞ്ഞ ജോസ്മി സാറും പ്രസാദ് സാറുമാണ്. അവർ പറയുന്ന പോലെ ഞങ്ങൾ ആദ്യം കേട്ടില്ല, പക്ഷേ പിന്നീട് ഞങ്ങളത് മനസ്സോലെയാണ് എടുത്തത്. പക്ഷേ അത് ഉപകാരപ്പെട്ടു, അല്ലേ? തീർച്ചയായും. യെസ്, ഞാൻ ഏകദേശം 27 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. ഒരു ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു വിഷമം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ പറ്റുക വലിയ കാര്യമാണ്. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 2.5 കോടി രൂപയോളം ക്ലെയിമായിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേടിച്ചു കൊടുക്കാൻ പറ്റി. അതെ, അതെ. കേരളത്തിലെ മിക്ക ജില്ലകൾ, എല്ലാ ജില്ലകളിലും തന്നെ എൻ്റെ പോളിസി ഹോൾഡേഴ്സ് ഉണ്ട്. ഇല്ല, നമുക്ക് കേരളത്തിൽ എവിടെ, ലോകത്തിൽ എവിടെ, ഇപ്പോൾ അമേരിക്കയിൽ ഇരിക്കുന്ന ആൾക്ക് ലണ്ടനിൽ 28 രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ പോളിസി ഉണ്ട്. വാട്സപ്പിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. അത് ഇത്രയേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് ഒരു വണ്ടി മേടിക്കലോ ഒരു സ്ഥലം മേടിക്കലോ നാളെ മേടിക്കാം, പക്ഷെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാളെ കിട്ടുമോ അറിയില്ല. കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ആരെൻ്റെ കൂടെ വന്നിട്ട് ഇത് എടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും പ്രശ്നം വന്നാലും അതിൽ ഞാൻ കൂടെ ഉണ്ടാവും.